ഹായ്, വെൽക്കം എവരിവൺ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു എൻട്രി എടുക്കാമെന്നുള്ളൊരു കാര്യത്തെ പറ്റിയല്ല നമ്മളിപ്പം ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന കാര്യം. ഒരു എൻട്രി എടുത്ത് കഴിഞ്ഞാൽ ആ ഒരു ട്രേഡ് നമ്മൾ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. പലപ്പോഴും നമുക്കറിയാം, പലപ്പോഴും നമ്മൾ ഒരു എൻട്രി എടുക്കും പ്രോപ്പറായിട്ട്, അതായത് ബ്രേക്ക് ഔട്ട് ഏരിയ തപ്പുന്നു, റീടെസ്റ്റ് തപ്പുന്നു, ടാർഗറ്റ് തീരുമാനിക്കും, സ്റ്റോപ്പ് ലോസ് തീരുമാനിക്കുന്നു. പക്ഷെ എക്സിറ്റ് അടിക്കുന്നത് വേറെ എങ്ങനെയാണ്? എന്തുകൊണ്ട് വേറെ എങ്ങനെ പറയും? കാര്യം ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ആൻസൈറ്റി വരും, ഒരു പരിഭ്രാന്തി, അല്ലെങ്കിൽ അത് വരും. ശരിയാകുമോ, നമ്മുടെ ട്രേഡ് ശരിയാകുമോ, നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. ശരിയല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ഞാൻ പറയാൻ പോകുന്ന കാര്യം പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫേസ്ബുക്കിൽ കയറുന്നു, ഈ ഒരു ട്രേഡിന്റെ പേര് അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പൊ ഒരു വിപ്രോ, എപ്പോഴും ഡാറ്റ സെല്ലിനെ പറ്റി പറയുന്ന വിപ്രോയെ പറ്റി നമ്മൾ സെർച്ച് ചെയ്യുന്നു. വിപ്രോ അനാലിസിസ് അല്ലെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കയറി തപ്പുന്നു, കമന്റ് നോക്കുന്നു. അല്ല വേറെ ഏതോ ഒരു യൂട്യൂബറിന്റെ ആരുടെ മറ്റേ വീഡിയോയുടെ പോസ്റ്റിന് താഴെ കയറി യൂട്യൂബിനെ പറ്റിയുള്ള വ്യൂ പറയാമോ, അല്ലെങ്കിൽ യൂട്യൂബ് എങ്ങനെയുണ്ടെന്ന് കാര്യം നമ്മൾ നോക്കും. യൂട്യൂബ് പോട്ടെ, ഈ ചാർട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മൾ നോക്കുന്നു. അല്ലെങ്കിൽ ടെലിഗ്രാമിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു ചാനൽ കാണും, അതിനകത്ത് കയറി തപ്പുന്നു. അതായത് ഫേസ്ബുക്കിൽ ചാനലുണ്ട്, വാട്സാപ്പിൽ ആൾക്കാർ കാണും, ടെലിഗ്രാമിൽ ആൾക്കാർ കാണും, യൂട്യൂബിൽ. ഞാനൊക്കെ മണി കൺട്രോൾ വരെ തപ്പിയിട്ടുണ്ട്. എന്നിട്ട് എന്താ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. പല ട്രേഡിലും ഞാൻ മറ്റുള്ളവരുടെ വ്യൂ കേട്ടിട്ട് ഞാൻ എക്സിറ്റ് അടിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യാതിരിക്കുക. ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നിർത്തി. മനസ്സിലാകും? നിങ്ങൾ കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ പിന്നെ ടാർഗറ്റ് അല്ലെ സ്റ്റോപ്പ് ലോസ്, ഇതിനിടയ്ക്ക് ചിലപ്പോൾ ഒന്നും ചിന്തിക്കണ്ട, വേറെ ഒന്നും അറിയണ്ട ഇതിനെപ്പറ്റി. അതായത് ഒരു ന്യൂസ് നെഗറ്റീവ് ഒരു സംഭവം വന്നേക്കും, പക്ഷെ ചാർട്ട് മുകളിലോട്ടായിരിക്കും പോകുന്നത്. ഇടയ്ക്ക് ചെറിയൊരു റീട്രേസ്മെന്റ് വരുമ്പോഴത്തേക്ക് അത് എക്സിറ്റ് അടിക്കും. പണി കിട്ടിയല്ലോ എന്നുള്ള രീതിയിൽ എക്സിറ്റ് അടിക്കും. ആ ഒരു എക്സിറ്റ് അടിക്കാതിരിക്കുക. നിങ്ങൾ ലോസ് സഹിക്കാൻ തയ്യാറാണ്. സ്റ്റോപ്പ് ലോസ് അതിനാണല്ലോ വെച്ചേക്കുന്നത്, ലോജിക്കൽ സ്റ്റോപ്പ് ലോസ്. ടാർഗറ്റ് അതിനാണല്ലോ വെച്ചേക്കുന്നത്. പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്നു? മറ്റൊരാളാണ് നമ്മൾ വിശ്വസിക്കട്ടെ? ഒരിക്കലും അല്ല. മനസ്സിലായോ? നമ്മളെ വിശ്വസിക്കുക, നമ്മുടെ അനാലിസിസ് വിശ്വസിക്കുക. ഞാൻ പറഞ്ഞില്ല, ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം. ഞാനൊരു എൻട്രി കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ മണി കൺട്രോളിനകത്ത് കയറിനകത്ത് ചാറ്റ് ചെയ്യാൻ പറ്റും, ഓരോ സെർച്ച് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ടെലിഗ്രാമിൽ ചോദിച്ചപ്പോൾ 5-6 പേർക്ക് എടുത്തു. അവർ പറഞ്ഞു ഇത് എക്സിറ്റ് അടിക്കുക, നിങ്ങളൊരു മണ്ടത്തരം കാണിച്ചു നോക്കിയുള്ള രീതിയിൽ ഹിന്ദിക്കാർ വരെ പറഞ്ഞു. അതൊക്കെ എന്ത് വിശ്വസിച്ച് ഞാൻ നോക്കിയെന്ന് എനിക്കറിയത്തില്ല, പേടി. അപ്പൊ ഞാൻ ഏറ്റവും അവസാനം തീരുമാനിച്ചു, പണി കിട്ടിയല്ലോ, ഞാൻ കഷ്ടപ്പെട്ട് ഈ വരച്ചു നോക്കിയതല്ലോ മൃദുലായിപ്പോയോ, എവിടാ മിസ്റ്റേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ വരയിലല്ല, എന്റെ തലയിലായിരുന്നു പ്രശ്നം. ആൻസൈറ്റി ഒന്നുമില്ല, തലപോകുന്ന കേസ് ഒന്നും ഉണ്ടാകത്തില്ല. ഞാനിപ്പം ചിന്തിച്ചു, എന്തായാലും കയറി. എപ്പോഴും മറ്റുള്ളവർ പറയുന്ന പോലെ എൻട്രി എക്സിറ്റ് ചെയ്യണ്ട. എന്ത് ചെയ്യണം? നമുക്ക് ആ ഒരു ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് അടിച്ചങ്ങ് പോകട്ടെ. അങ്ങനെ വെച്ചു. പക്ഷെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നിയ കാര്യം, അത്രയും പേര് 5-6 പേര് പറഞ്ഞിട്ട് ഞാൻ ചെയ്തായിരുന്നു ശരി എന്ന് വെച്ചിട്ട് വാരൻ ബഫറ്റ് കഴിഞ്ഞ അടുത്തോടെ ഞാനാണെന്നല്ല ഞാൻ പറയുന്നത്. അല്ല ഇന്ത്യയിലെ നമ്പർ 1 ട്രേഡർ ഞാനാണെന്നല്ല പറയുന്നത്. ഞാൻ ആ ഒരു കാര്യം തിരിച്ചപ്പോഴത്തേക്കും എനിക്ക് നഷ്ടത്തിന് വരെ ലാഭം ഉണ്ടായി. ഇല്ലെങ്കിൽ എന്ത് പറ്റി? കുറച്ചാൾ നഷ്ടത്തിൽ കിടക്കാനുള്ള ഒരു മൈൻഡ് ഞാൻ കാണിച്ചില്ലായിരുന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതിന് മുമ്പ് ഞാൻ എക്സിറ്റ് അടിക്കേണ്ട വന്നേ. മനസ്സിലായോ? അപ്പം എല്ലാവരും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ ട്രേഡിന് അതൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തുക, തിരുത്തുക. നിങ്ങളെ ലോജിക്കൽ സ്റ്റോപ്പ് ലോസ് വെക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് സഹിക്കാമെന്നുണ്ടായിട്ടാണല്ലോ. അപ്പൊ അത് വിശ്വസിക്കുക. മനസ്സിലായോ? ആ ഒരു കാര്യം മാത്രം വിശ്വസിക്കുക. നിങ്ങളുടെ സ്കില്ലിൽ വിശ്വസിക്കുക. അതായത് നമ്മളിപ്പോ 5-6 ഒക്കെ തോറ്റ നേരിട്ടാരും 10ാം ക്ലാസ്സിൽ എക്സാം എഴുതാതിരിക്കും. ഇല്ല, നമ്മൾ തോറ്റാൽ എണീറ്റ് നിൽക്കുക, മുന്നോട്ട് പോകാനുള്ളൊരു സംഭവം തോന്നി. അതായത് നമ്മൾ തോറ്റു കഴിഞ്ഞാൽ എവിടാണ് നമ്മൾ പഠിക്കാത്തത്, ഏതൊരു പാർട്ടാണ് നമ്മൾ പഠിക്കാത്തതെന്നുള്ള കാര്യം മനസ്സിലാക്കി. നമ്മുടെ ഈ സൈക്കോളജിയിലാണോ പ്രശ്നം, അതോ ചാർട്ട് അനാലിസിസിലാണോ പ്രശ്നം, അത് തിരുത്തിയാൽ പോലെ. എന്തിനാ മറ്റുള്ളവർ നോക്കി നമ്മൾ ഒരിക്കലും പഠിക്കത്തില്ല. ഓക്കെ, യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഞാൻ പെടുന്ന കാര്യം കേട്ടിട്ട് ഒരുപാട് പേര് പഠിച്ചേക്കാം. അതിനാണ് നമ്മൾ ചാനൽ തുടങ്ങിയത് തന്നെ. പഠിക്കുക. പക്ഷെ നിങ്ങളുടെ ട്രേഡിനകത്തുള്ള വ്യൂ എപ്പോഴും നിങ്ങളുടെ, അല്ലാതെ ഒന്നും അറിയാതെ കയറിയിട്ട് എൻട്രി എടുക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആദ്യത്തെ പ്ലാനുമായിട്ട് തന്നെ നിങ്ങൾ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക. നിങ്ങളുടെ പ്ലാനോട് തന്നെ നിങ്ങൾ എപ്പോഴും ചേർന്ന് നിൽക്കുക. ബാക്കി നമുക്ക് വരുന്നവർക്ക് വെച്ച് കാണാം. തലമുന്ന കേസൊന്നുമല്ല, ഒരു ട്രേഡല്ല. നമുക്ക് പഠിക്കാനുള്ള എന്തെങ്കിലും ഓരോ ട്രേഡിലും കാണും. നിങ്ങളത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും നമുക്ക് ലോസിനെ എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആരും ടെൻഷൻ അടിക്കേണ്ട. ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക. നോയിസസ് പാടെ ഒഴിവാക്കുക. ആരോടും അതിനെപ്പറ്റി സംസാരിക്കണ്ട. നിങ്ങൾ ചാർട്ട് മാത്രം നോക്കുക. ചാർട്ട് നോക്കി അതിന്റെ കഥകൾ നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരും.
അത് മാത്രം വിശ്വസിക്കുക. അപ്പം ഇന്നത്തെ വീഡിയോക്ക് ഇത്രേ പറയാനുള്ളൂ. എല്ലാവരും നല്ലൊരു ട്രേഡറായിട്ട് മാറട്ടെ. പതുക്കെ നല്ല നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡറായിട്ട് മാറട്ടെ. നമുക്ക് ഒന്നിച്ച് പഠിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. ഇനിയും നല്ല നല്ല കണ്ടന്റ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.